കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നാട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി. അതായത് ഒരാഴ്ചയൊക്കെ നമ്മുടെ വലിയ മഴയൊക്കെ തുടങ്ങുന്നതിന് ഒരു 1-2 ദിവസം മുന്നേ ഞങ്ങൾ ഒന്ന് മൂന്നാർ വരെ പോയി. അപ്പം അതിൻ്റെ വീഡിയോസാണ് ഈ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനും ഇടാനും ഒന്നും ഇതുവരെ സമയം കിട്ടിയില്ലായിരുന്നു. ഓരോരോ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഗ്യാലറിയിൽ നോക്കി കഴിഞ്ഞപ്പം ഈ വീഡിയോസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ എന്ന് തോന്നി. അപ്പോൾ ഞാൻ എടുത്ത് പെട്ടെന്ന് എഡിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളൊരു ദിവസം ഒരു വൈകുന്നേരം ഒരു 5:30-6 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് എന്നാൽ വെറുതെ നമുക്ക് മൂന്നാറൊന്ന് പോകാം എന്ന് പറഞ്ഞാൽ അന്ന് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും. അപ്പോൾ എന്നാൽ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയതാണ്. അപ്പം ചേട്ടായി ജസ്റ്റ് ഒന്ന് വീണൊക്കെ ഒരു വയ്യായികയൊക്കെ ആയത് കാരണം 1-2 ആഴ്ചയൊക്കെ ലീവായിട്ട് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം മുതൽ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് എവിടെയെങ്കിലും വന്നാൽ പോകാം, അത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലീവ് കിട്ടുന്നതൊക്കെ അനുസരിച്ചല്ലേ എവിടെയെങ്കിലും പോകാനൊക്കെ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയ ഒരു ട്രിപ്പായിരുന്നു ഇത്. എന്ന് വെച്ചാൽ ട്രിപ്പൊന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഞങ്ങളൊരു ഔട്ടിംഗ് ആയിട്ട് പോയതാണ്. പ്രത്യേകിച്ച് കാണാനും വെക്കാനൊന്നും പറ്റത്തില്ല, കാരണം 6:30-6 മണി ആ സമയത്തല്ലേ പോയത്. അപ്പോൾ മൂന്നാർ ചെല്ലുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഇരുട്ടും ജസ്റ്റ് മഞ്ഞും കാര്യങ്ങളും ഒക്കെ കാണും എന്നും പറഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോയ വഴിക്കൊന്നും വലിയ കാര്യമായിട്ട് മഞ്ഞോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നോർമലായിട്ടുള്ളൊരു ഇത് കൂട്ട് സാധാരണ നമ്മുടെ ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ തണുപ്പുണ്ട്, പക്ഷേ മഞ്ഞൊന്നും അത്ര കാര്യമായിട്ടില്ലായിരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് ചെന്ന് മൂന്നാറിലോട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റിസോർട്ട് ഇവിടെ മിസ്റ്റി മൗണ്ടൻ്റെ അടുത്തൊക്കെ എത്താറായി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഭയങ്കര സാധാരണ രീതിയിൽ കാണുന്ന അത്രയൊന്നും ഇല്ലായിരുന്നു, എന്നാലും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മൂന്നാർ ടോപ്പിൽ നമ്മുടെ അവിടെ ഒരു പാർക്കുണ്ട്. അപ്പം അതിൻ്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം 8 മണിയോ ആ ഒരു സമയമൊക്കെ അടുത്തായത് കാരണം അതൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെയൊന്നും കയറാൻ പറ്റാത്തത് കാരണം ഞങ്ങൾ നേരെ ടോപ്പിൽ വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയും വലിയ കാര്യമായിട്ട് മഞ്ഞും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഒരു പകൽ വരുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് തോന്നി, കാരണം ഒന്നും കാണാൻ പറ്റില്ല, ആകെപ്പാടെ ഇരുട്ട് മാത്രം. പിന്നെ പോണ വഴിക്ക് നമുക്കിങ്ങനെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെയൊക്കെ സെറ്റാക്കി വെച്ചേക്കുന്നത്, അതൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ആ സമയത്ത് പോയത് കാരണം കാണാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. കറക്റ്റ് സമയത്തിന് എൻ്റെ ട്രൈപ്പോഡിൻ്റെ ലൈറ്റൊക്കെ ഓഫായി പോയത് കാരണം എനിക്ക് അത്രയ്ക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളും ഒന്നും എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം അതിലൂടെയൊക്കെ നടന്നു. തക്കുടൂനാണേലും സന്തോഷമായിരുന്നു, കാരണം ഇവർക്ക് ഈ വീട്ടിലിരിക്കുന്ന അത്രയ്ക്ക് വലിയ ഇഷ്ടമല്ല. അവർക്ക് എപ്പോഴും ഇതുപോലെ പുറത്ത് എവിടെയെങ്കിലും പോകുന്നതും കറങ്ങി നടക്കുന്നതൊക്കെ പുള്ളിക്ക് കാര്യം. അപ്പോൾ ഇന്ന് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് പുള്ളിക്കാരി കുറേ നേരം അവിടെ ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെ അങ്ങനെയൊക്കെ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാറിൽ കയറുന്നുണ്ടായിരുന്നു, കാരണം തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റണില്ലാത്ത അതുപോലത്തെ തണുപ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് പോരാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോകുന്ന കേട്ടോ. പോരാൻ വേണ്ടി അവിടുന്ന് തിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞെന്നാൽ നമുക്ക് അടുത്ത എവിടെയെങ്കിലും കയറി എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് അടിമാലിക്ക് തിരിച്ച് പോകണ്ട, നമുക്ക് വീട്ടിൽ പോകാം, പാറത്തോട്ടിൽ എൻ്റെ വീട്ടിൽ പോകാം, എന്നിട്ട് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയായത് കാരണം പോകാം. ഒത്തിരി അങ്ങ് രാത്രി ആയില്ല, 8 മണി 8:30 ടൈം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോരാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് അവിടെ കുറച്ച് നേരം, അപ്പോൾ പിന്നെയും തക്കുടൂന് പോരാൻ മടിയായത് കാരണം കുറച്ച് നേരം കൂടെ അവിടെ വന്നിട്ട് പിന്നെയും നിന്നു. പിന്നെ അച്ചാച്ചയുടെ മകളുടെ സ്നേഹപ്രകടനവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ അവിടെ ഇതുപോലെ കൊങ്ങിണിയൊക്കെ ഒരുപാട് ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ലൈറ്റ് ഇല്ലാത്തത് കാരണം വീഡിയോയിൽ കാണാനൊരു ഭംഗിയില്ല, ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അവിടെ അടുത്തുള്ള ഹോട്ടലിൽ കയറി തക്കുടൂന് ബിരിയാണി വേണമെന്നും പറഞ്ഞ് ബിരിയാണിയൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങളും കഴിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞെന്നാൽ വീട്ടിൽ പോയാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശരി പോയേക്കാമെന്നും വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. പക്ഷെ പൂപ്പാറ കൂടി ഞാൻ പോന്നിട്ടില്ലാത്ത കാരണം എനിക്ക് ആ വഴിയെപ്പറ്റിയൊന്നും അത്രയ്ക്ക് വലിയ ധാരണയില്ലായിരുന്നു. ചേട്ടായി നേരത്തെ പോന്നിട്ടുണ്ട്, അവർക്കങ്ങനെ അറിയാം. ഞാൻ പക്ഷേ ആ വഴിക്ക് അങ്ങനെ പോന്നിട്ടില്ലാത്തത് കാരണം എനിക്ക് ആ വഴിനെക്കുറിച്ച് അത്രയ്ക്ക് വലിയ ഇതില്ലായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു വീട്ടിൽ പോകുമല്ലേ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നതാണ്. അപ്പം ഇങ്ങനെ കുറച്ച് നേരം ഇപ്പം എന്താ വെച്ചാൽ ഭയങ്കര പതിയാട്ടോ പോകുന്നത്, നമുക്ക് ഒത്തിരി ഇതിൽ പോകണ്ടെന്നും പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ്
പതിയെ ഇങ്ങനെ പോരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തക്കുടുവാണെങ്കിൽ നേരെ ബാക്ക് സീറ്റിൽ അവൾ ഇരിക്കത്തുള്ളൂ. അവൾ ഫ്രണ്ടിൽ വന്നിരുന്ന് കഴിഞ്ഞാലും പിന്നെയും പുറകോട്ട് പോവും. അവിടെ പോയിരുന്ന് എന്നാലും അവളുടെ കലാപരിപാടിയൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ കണ്ട ലൈറ്റൊക്കെ നമ്മുടെ അവിടുത്തെ ഗാർഡനിലെ ലൈറ്റും കാര്യങ്ങളാട്ടോ. അവിടെ ഒന്ന് ഇറങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷേ സമയം കഴിഞ്ഞത് കാരണം അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ നമുക്കിവിടെ ഒരു ടോളുണ്ട്, അവിടെ വന്ന് ഇതൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരൊക്കെ പറയുന്നുണ്ട്, നമ്മൾ വഴി ചോദിക്കുമ്പോഴും ഇവരൊക്കെ പറയുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ച് പോയാൽ മതി, പക്ഷേ സൂക്ഷിച്ച് പോകണം എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുന്നത് കാണുമ്പോഴത്തേക്ക് അപ്പോൾ എനിക്കെന്തോ ഒരു ഡൗട്ട്. ഇതന്നെ എല്ലാവരും ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓട്ടോയിൽ ഒരു ചേട്ടനോട് വഴിയൊക്കെ ചോദിച്ചപ്പോൾ അവരും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് ഇതന്നെ എല്ലാവരും ഇങ്ങനെ പറയുന്നതെന്ന്. പക്ഷേ എൻ്റെ ദൈവമേ മതി, എനിക്ക് ആ വഴി ഭയങ്കര പേടി കേട്ടോ. ചേട്ടായിക്കൊന്നും കുഴപ്പമില്ല, അവർ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്കൊന്നും ആ ഒരു ടെൻഷനില്ല. പക്ഷെ ഞാൻ ആ വഴി കൂടെ ആദ്യമായിട്ട് പോകുന്നത് കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, മഞ്ഞൊക്കെ ഉണ്ടായിരുന്നത് കാരണം. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ.